നമസ്കാരം സുഹൃത്തുക്കളെ, പാഷൻ വ്ളോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഷൻ വ്ളോഗർ ഇന്ന് നിൽക്കുന്നത് കിഴിശ്ശേരി കാളോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മോട്ടോർ റൂം എന്നുള്ള ഒരു ടൂ വീലർ സെയിൽസ് സ്ഥാപനത്തിൻ്റെ മുന്നിലാണുള്ളത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഷബീറിൻ്റെ ആണ് ഈ സ്ഥാപനം. ഇവിടെ നമ്മുടെ ഒരുപാട് ടൂ വീലർ സെയിൽസ് നടക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും മോട്ടോർ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ന്യൂ ജനറേഷനും അതേപോലെ തന്നെ വിൻറ്റേജ് വണ്ടികളും ഇവിടെ സെയിൽസ് ചെയ്യുന്നുണ്ട്. വിൻറ്റേജ് വണ്ടികളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഷബീറിൻ്റെ. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. എൻ്റെ പേര് ഷബീറാണ്. നമ്മളെ സ്ഥാപനം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കൊണ്ടോട്ടി ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ അരീക്കോട് റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്ഥാപനമാണ്. ദി മോട്ടോർ റൂം എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഇവിടെ മെയിൻലി നമ്മൾ സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ വിൻറ്റേജ് വണ്ടികളെല്ലാം ഉണ്ട്. നമ്മൾ മാക്സിമം കിട്ടുന്ന വണ്ടികളെല്ലാം കളക്ട് ചെയ്ത് അത് എല്ലാ വർക്കുകളും ചെയ്ത് പെയിൻറ്റിങ് വർക്കാണെങ്കിലും മെക്കാനിക്കൽ വർക്കാണെങ്കിലും എല്ലാ വർക്കുകളും ചെയ്ത് ഫൈനലായിട്ട് കസ്റ്റമേഴ്സിന് ഹാപ്പി ആയിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. ഇവിടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ എക്സ്പേർട്ടുമാരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ വണ്ടി കൊടുക്കുള്ളൂ. പിന്നെ വിൻറ്റേജ് മാത്രമല്ല, എല്ലാത്തരം വണ്ടികളുണ്ട്. സ്കൂട്ടറുകൾ, പല ബൈക്കുകളും, പുതിയ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വണ്ടികൾക്ക് നമ്മളിപ്പോൾ EMI കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും ഇല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ നമ്മൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മൾ മുരളിയേട്ടനാണ് സാറ്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരികയാണ്. പുള്ളി ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക്. ഇവിടെ മുരളിയേട്ടൻ തന്നെ നമ്മുടെ ഷബീറിൻ്റെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ മോട്ടോർ റൂമിനെ പറ്റിയൊക്കെ കേട്ടിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നാണ്. നമസ്കാരം സാറ്. വിൻറ്റേജ് വണ്ടികളോട് ഒരുപാട് താല്പര്യമുള്ള ആളാണ് തോന്നുന്നു അല്ലേ? അതെ, വിൻറ്റേജ് വണ്ടികളോട് എല്ലാവരും. ഇനി ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വിൻറ്റേജ് വണ്ടി ഒന്ന് ഓടിക്കാൻ കിട്ടിയാൽ അതൊരു സന്തോഷം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ പെരുന്തൽമണ്ണയിൽ ഇപ്പോൾ ഇവിടെ അങ്ങനെ അന്വേഷിച്ച് വരാണ്ടായ ഒരു കാരണം, ഞാൻ ഇന്നലെ രാത്രി എങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ളൂ. മിനിഞ്ഞാന്നൊരു റോഡ് കിങ് നോക്കാൻ പോയതാണ് ബാംഗ്ലൂർക്ക്. അവിടെ റോയൽ എക്സ് കണ്ടിട്ട്. പക്ഷെ ഞാനത് രാത്രി 2 ദിവസം മുമ്പ് തന്നെ പോയി. അപ്പോൾ അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്ത് എനിക്ക് അവിടെ വലിയ പരിചയമില്ല. പക്ഷെ നമ്മളൊരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെയും കൂട്ടി അയാൾ തന്നെ എനിക്ക് സഹായിച്ചു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി നോക്കുമ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഓണർ ഓർ സെക്കൻഡ് ഓണറോ ഒക്കെ വിചാരിച്ചിട്ട് പോയി. അപ്പോൾ ഓണർഷിപ്പ് കുറച്ച് കൂടുതലായിക്കണം. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. പക്ഷെ അതിൽ നോക്കിങ് നല്ല സൗണ്ട്.
അപ്പോൾ പിന്നെ വില മാർക്കറ്റ് റേറ്റ് ഓക്കെയാണ്, ഞാൻ അത് സമ്മതിച്ചിട്ടാണ് പോയത് ഏകദേശം. അപ്പം നോക്കി വല്ലാണ്ട് തോന്നി. അപ്പം എനിക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങി പിന്നെ ഞാൻ ആദ്യം അത് പണിയെടുപ്പിക്കുമ്പോൾ അതെനിക്ക് മാനസികമായിട്ട് വേണ്ട തോന്നി. അപ്പോൾ അതങ്ങനെ തന്നെ സോറി എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ യൂട്യൂബർ എന്നാണ് പേരെന്നിട്ടുള്ളത്. കാരണം ഇത് വണ്ടിയുടെ ഹരമുണ്ട് എനിക്ക്. അപ്പം പ്രത്യേകിച്ച് ഈ മോട്ടോർ സൈക്കിളെ ഞാൻ പിന്നെ എൻ്റെ അടുത്തൊരു 72 ജാവ ഉണ്ടായിരുന്നു, ചെക്ക് തന്നെയാണ്. പക്ഷെ അതൊക്കെ പോയാൽ ഭയങ്കര സങ്കടമായിട്ടിരിക്കുകയാണ്. പിന്നെ 84 ഒരു D25 ക്ലാസിക് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറെ കാലമായിട്ട്. ഇപ്പം അനവധി എനിക്ക് 60 വയസ്സായി. അതായത് ഈ വിന്റേജ് വണ്ടികളുടെ ഒരു പ്രത്യേകത ഇതാണ്. കാരണം ഒരിക്കലും വിന്റേജ് വണ്ടികൾ ഈ പറഞ്ഞ പോലെ ജാവ അല്ലെങ്കിൽ SD RX100 അല്ലെങ്കിൽ RD350 അല്ലെങ്കിൽ ചേതക്ക്, ലാൻഡ്, ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. കാരണം ന്യൂ ജനറേഷൻ വണ്ടികൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി വണ്ടികൾ ന്യൂ ജനറേഷൻ വണ്ടികൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സും ഫെസിലിറ്റീസും എല്ലാം ഉള്ള വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിലും ആ വിന്റേജ് വണ്ടികളോടുള്ള സ്നേഹം അതുള്ള ആളുകൾക്ക് ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോ അവഞ്ചറാണുള്ളത്. ഞാൻ അവഞ്ചറാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ചേതക്കുണ്ടായിരുന്നു 94. അപ്പൊ അതാണ് ചേതക്കിനോടും ഭയങ്കര സ്നേഹം. പിന്നെ എനിക്ക് RX100 ഒക്കെ വീട്ടിലുണ്ട്. ഇല്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് ലേശം അത് കുറച്ചും കൂടി ന്യൂ ജനാണ് തോന്നല് വന്നത്. അങ്ങനെയാണ് വണ്ടികളോട് പൊതുവേ ഇഷ്ടം, സ്നേഹം, താല്പര്യം അത് തുടയ്ക്കാൻ എനിക്ക്. അപ്പൊ ഞാൻ ഏറ്റവും എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം ഇദ്ദേഹത്തിനൊക്കെ പരിചയപ്പെടാൻ പറ്റില്ല. കാരണം എനിക്കൊരു ആവശ്യം വന്നാൽ ഓടി വരാൻ മെക്കാനിക് അതെ അതെ അതിനൊരു ജെന്യൂനിറ്റി തോന്നിക്കുന്നല്ല ആ ഒരു പിന്നെ ക്ലിപ്പ് ഇത് കണ്ടപ്പോ, വീഡിയോ കണ്ടപ്പോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഞാനൊരു വഴി പോവാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിരുന്നു. പെരുന്നാളിനാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനിത് എന്താ വിലയോ കാര്യമൊക്കെ ഒന്ന് ചോദിച്ചത് ഓർക്കണ്ട. എന്തായാലും സന്തോഷം. അപ്പൊ നമുക്ക് ഷബീറിന്റെ കയ്യിലുള്ള വണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതൊരു ജാവ വണ്ടിയാണ്. ജാവ ചെക്കോസ്ലോവാക്യ. ഇത് ഏത് ഇയർ ആണ്? ഇത് 1969 മോഡലാണ്. 1969 എന്ന് വെച്ചാൽ 31 54 വർഷം. ഇതിൽ ചെറിയ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ ക്രാഷ് കാർഡ് അതുപോലെ സ്പോക്സ് ഒക്കെ ഒന്ന് അടുത്ത് വെച്ചിട്ടാണ് മോഡിഫിക്കേഷൻ. ആ ഒരു മാറ്റങ്ങളേ ഉള്ളൂ, വലിയ മാറ്റങ്ങൾ വേറെ ഇല്ല. ഇതിന്റെ മഡ്ഗാർഡ് അതുപോലെ ഈ സ്കള്ള് എല്ലാം ഒറിജിനൽ പാർട്സ് ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് 1969 മോഡൽ ജാവ വണ്ടിയാണ്. വളരെ റെയർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ നമ്പർ ആഡ് ചെയ്യുന്നതാണ്. ഇത് ഏത് വണ്ടിയാണ്? ഇത് RX100 ആണ്. ഇതിലിപ്പോ ഇതുപോലെ തന്നെ സ്പോക്സ് ഒക്കെ ഒന്ന് അടുക്കി ചെറുതായിട്ട് ചെയ്താണ്. വീലൊക്കെ ചെറിയ വീലാക്കിയതാണ്. ഇത് പിന്നെ പോർട്ടഡ് എഞ്ചിനാണ്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് വർക്ക് എടുത്തിട്ട് വണ്ടി നല്ല പവറാണ് വണ്ടി. ഇത് 5 ഇയർ പേപ്പർ ഫിറ്റ്നസ്. നമ്മളിവിടെ കൊടുക്കുന്ന ഒരുവിധ വണ്ടികളൊക്കെ 5 ഇയർ 4.5 ഇയേഴ്സ് എല്ലാം ഫിറ്റ്നസ് ഉണ്ടാവും. അതായത് പഴയ വണ്ടികളാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് പേപ്പേഴ്സിന്റെ കാര്യത്തിൽ ടെൻഷനും വേണ്ട. അത് കംപ്ലീറ്റ് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഷെഡ്യൂൾ വണ്ടി തരുള്ളൂ. അതുപോലെ ഇത് നമ്മുടെ 80കളിലും 90കളിലൊക്കെ നിരത്തുകളെ വിറപ്പിച്ചിരുന്ന ഒരു വണ്ടിയാണ് KB100. അതായത് കവാസാക്കി ബജാജ് കൊളാബറേഷനിൽ പിറന്നിട്ടുള്ള ഒരു KB100. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. ഇത് 19 മോഡലാണ്. 90 മോഡൽ 90 മോഡലാണ്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് എഞ്ചിനൊക്കെ പക്ക ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. പക്ക കണ്ടീഷനാണ് വണ്ടി. ഫിറ്റ്നസ് ആണെങ്കിൽ 27 വരെയുണ്ട്, 5 ഇയേഴ്സ് ഉണ്ട്. ഈ KB100 ആക്ച്വലി അന്നത്തെ കാലത്ത് ഇതിന്റെ സൗണ്ടിനായിരുന്നു ഫേമസ്. ആ സൗണ്ട് RX100 കഴിഞ്ഞാൽ പിന്നുള്ളൊരു അതുപോലെ ഇത് RX100 ആണ്. ഇത് 89 മോഡൽ KEK രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ജപ്പാൻ വിന്റേജ് നമ്പറാണ്. ജപ്പാൻ മെയ്ഡ് ആണ് വരുന്നത്. ജപ്പാൻ മെയ്ഡ് വരുന്നത്. മാക്സ് 100. അന്നത്തെ കാലത്ത് 2 സ്ട്രോക്കിൽ ഏറ്റവും മൈലേജ് തന്നിരുന്ന വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റേഴ്സ് അന്നത്തെ കാലത്ത് മൈലേജ് കിട്ടിയിരുന്ന ഒരു വണ്ടിയാണ്.
ഓൾമോസ്റ്റ് 2 സ്ട്രോക്ക് വണ്ടികളുടെ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ് അതെ 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 ലാസ്റ്റിലേക്ക് അതെ 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 ഇത് 2000 മോഡലാണ് വണ്ടി 2000 മോഡൽ ഇതിലിപ്പോൾ ഫുള്ളി റീസ്റ്റോർ ചെയ്താണ് നമ്മൾ വണ്ടി കംപ്ലീറ്റ് ചെയ്തതാണ് പെയിന്റ് വർക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ്നസ്സും അതുപോലെ 5 കൊല്ലം ടാക്സ് 5 കൊല്ലം ഇൻഷുറൻസ് സോറി അല്ല ഫിറ്റ്നസ് ഇൻഷുറൻസ് ഒക്കെ പുതുക്കി ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്പ്ലെൻഡർ ആണ് രണ്ട് വണ്ടികൾ ഇവിടെ 94ഉം 2002 മോഡൽ 94 2002 പിന്നെ സ്കൂട്ടറുകളാണിത് പഴയ ആളുകൾക്ക് മറക്കാൻ പറ്റാത്ത ബജാജ് സ്കൂട്ടറുകളാണ് ചേതക് മൂന്നും ചേതക് തന്നെയാണോ ഇത് കബ്ബാണ് ഇത് കബ്ബാണല്ലേ ഓക്കെ ഇതിന് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് 96 മുതൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഓഹോ 96 മുതൽ ഒറ്റ ആൾ ഉപയോഗിച്ചാണ് അപ്പോൾ ഫിറ്റ്നസും 2027 വരെ ഉണ്ട് ഫിറ്റ്നസ് ഒക്കെ റെഡിയാണ് വണ്ടി പക്ക കണ്ടീഷനാണ് ഇത് എറണാകുളത്ത് നിന്ന് ഓടിച്ചു വന്ന വണ്ടിയാണ് ഒരു കംപ്ലൈന്റും ഇല്ല ഓ സുഖമായിട്ട് ഓടിക്കാം പിന്നെ ബജാജ് കബ്ബാണ് ഇത് 90 ആണ് അതുപോലെ ഇത് ചേതകാണ് 88 മോഡലാണ് 88 മോഡൽ അതായത് ബജാജ് ചേതക് ഫസ്റ്റ് ഇറക്കിയ മോഡലുകളിൽ ഒന്നാണ് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് നമ്മളൊന്നും അന്വേഷിച്ച് നടന്നാൽ കിട്ടാത്ത നമ്പറുകളാണ് എങ്ങനെയാണ് ഇത്തരം വണ്ടികളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളൊരു പാഷന്റെ പുറത്താണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് നമ്മളൊരു 4 വർഷമായിട്ട് വീട്ടിൽ ചെയ്യാറ് കസ്റ്റമേഴ്സ് ഒക്കെ അവിടെ വന്നിട്ട് എടുക്കുന്നത് അപ്പൊ കുറെ ആയിട്ടുള്ള ആഗ്രഹമാണ് നമുക്കൊരു ഷോറൂം നല്ലൊരു ക്വാളിറ്റി വണ്ടികൾ കൊടുക്കുക എന്നുള്ളത് അല്ല അങ്ങനല്ല അതൊരു ഹാപ്പിനെസ് ആണ് അവരെ ഇവിടുന്ന് കുറെ പേര് ഡെലിവറി എടുത്തു പോയി പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ പേജ് ഒക്കെ ചെക്ക് ചെയ്താൽ അറിയാം അവരൊരു ഹാപ്പിനെസ് ആ ഫേസിൽ തന്നെ കാണാം കാരണം അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആർക്കെങ്കിലും ഒരു ടെസ്റ്റ് ഡ്രൈവ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഹാപ്പിനെസ് കിട്ടാണ്ട് അതുപോലെയാണ് നമ്മൾ അപ്പൊ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മള് ഈ വിന്റേജ് വണ്ടികൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഡി റോഡ് കിങ് അല്ലേ എസ് ഡി റോഡ് കിങ്ങിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി നമ്മൾ RX 100 യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അത്രയും പവർ ഉണ്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം ഇത് CDI മോഡലാണ് 95 96 മോഡലാണ് ഇപ്പോഴത്തെ കുറച്ച് ആൾട്ടർനേറ്റീവ് വർക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതില് ഡിസ്ക് ബ്രേക്ക് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മള് പിന്നെ മൊജോന്റെ ആണ് മഹീന്ദ്ര മൊജോയിൽ വരുന്ന കോസ്റ്റ്ലി ആണ് $22,000 അത് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഫുള്ളി റീസ്റ്റോർ ചെയ്താണ് വണ്ടി വർക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത വണ്ടിയാണ് അതുപോലെ ഇവിടെ വേറെ രജിസ്ട്രേഷൻ പാലക്കാട് ഇത് 84 ആണ് ഒരു വീൽ സൈസ് ബാക്ക് അത്ര ഉണ്ടാവില്ല അത് കുറച്ചൊരു പ്ലഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ടയറൊക്കെ ചെയ്തതാണ് ഇത് സത്യം ഓൾമോസ്റ്റ് ഇതൊരു 4 അല്ല ST ടയർ തന്നെയാണ് പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന കുറച്ച് വൈഡ് ആയിട്ടുള്ള ടയറാണ് അതെ ടയർ തന്നെയാണ് ഈ RX-ലൊക്കെ ചെയ്യുന്ന ടയറാണ് ഒരു 4 വർഷമായിട്ട് ഞാൻ തന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണ് എല്ലാം കറക്റ്റ് ഇതിപ്പോൾ അടുത്ത് ഞാൻ മൈസൂരിൽ നിന്ന് പിന്നെ അതിൻ്റെ റിമ്മും സ്പോക്സ് ഒക്കെ വരുത്തിയിട്ട് പുള്ളി ചെയ്താ ഞാൻ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സ്പെയർ പാർട്സ് തൃശ്ശൂരുണ്ട് കോഴിക്കോട് ചില പാർട്സുകൾ കിട്ടും കൂടുതൽ നമ്മൾ മൈസൂർ ജെയിൻ എന്ന് പറഞ്ഞ ഒരു മോട്ടോഴ്സ് ഉണ്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് നമ്മളൊരു 3 ദിവസത്തിനകത്ത് നമ്മുടെ വീട്ടിലേക്ക് സ്പെയർ എത്തും പോയിന്റ് ഇല്ലല്ലോ മാറ്റിയില്ല ഒരു കുഴപ്പമില്ല അതിപ്പോ ഞാൻ കറക്റ്റ് സത്യം പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ ആരായാലും ഇപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോൾ സാറിനെ പോലെ എക്സ്പീരിയൻസ് ഇല്ല ഞാൻ കുറച്ച് എങ്ങാണ് അപ്പോൾ ഈ വണ്ടി എടുക്കുമ്പോൾ പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത് വഴിയിൽ നിൽക്കുമോ കാരണം നമുക്കൊരു ക്ലബ്ബുണ്ട് ടീം എറണാകുളം അപ്പോൾ അതിലൊക്കെ പോകുമ്പോൾ എനിക്ക് പിന്നെ ഒരു ഡൗട്ടായിരുന്നു എന്ത് ചെയ്യുന്നത് അന്നേരം നമുക്കൊരു ധൈര്യം തന്ന ആളുണ്ട് അതിൽ തന്നെ വിദ്യാട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവർ പറഞ്ഞ ഒരു കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ നമുക്ക് എത്ര ദൂരം അങ്ങനെ 70 to 73 കിലോമീറ്റർ പിന്നെ സ്റ്റോപ്പ് ചെയ്യാതെ പോയിട്ടുണ്ട് നിർത്താണ് ഒരു സ്റ്റാർട്ടിംഗ് പ്രശ്നം വന്നില്ല പക്ഷെ അന്നേരം അതിലുണ്ടായിരുന്ന ചില വണ്ടികളൊക്കെ ചെറിയ മിസ്സിംഗ് ആയിട്ട് നിന്നു പക്ഷെ ഇത് പക്കയായിട്ട് പോയി പഴയ വണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താല് ഒരു കുഴപ്പമില്ല കിട്ടില്ല ഏത് ടൈമിലും CDI അല്ല ഇലക്ട്രോണിക്സ് അപ്പൊ എന്തായാലും ഷബീറിന്റെ കളക്ഷൻ ഗംഭീരമായിട്ടുണ്ട് ഇനിയും വണ്ടികളൊക്കെ വരാണ്ട് ഇതിപ്പോ നമ്മൾ ഇന്നലെ ഡെലിവറി കൊടുത്ത വണ്ടിയാണ് RX 100
അതെ കൊടുത്താണ്. കഴിഞ്ഞ് ഫിറ്റ്നസ് എടുക്കാണ്ട് നാളെ ഫിറ്റ്നസ് എടുത്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്താണ്, A to Z റീസ്റ്റോർ ചെയ്ത് നെറ്റ് ബോൾട്ട് വരെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്താണ്. എന്താണെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഷബീറിന്റെ മോട്ടോർ റൂമിലെ വിശേഷങ്ങൾ. അപ്പോൾ വിൻറ്റേജ് വണ്ടികൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു സ്ഥലമാണ്. പേപ്പറിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഷബീർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഷബീറിൻ്റെ നമ്പർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വണ്ടിയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഷബീറിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ഫാഷൻ ബ്ലോഗർ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതാണ്. ബൈ. താങ്ക് യു.